ഹായ്, നമ്മൾ ഇന്നിവിടെ തേങ്ങ ഒട്ടും അരയ്ക്കാത്തതും എന്നാൽ വളരെ എളുപ്പത്തിലുള്ളതും വളരെയധികം രുചിയുള്ളതുമായ ഒരു മത്തങ്ങ പുളിങ്കറിയുടെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു പുളിങ്കറിയെ നമ്മൾ ഊട്ടുപുര പുളിങ്കറി എന്നും അമ്പലപ്പുളിങ്കറി എന്നും പറയും. അതിനായിട്ട് ഞാനിവിടെ ഒരു 400 ഗ്രാം നല്ല പച്ച മത്തങ്ങയാണ് എടുത്തേക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മത്തങ്ങയെല്ലാം അരിഞ്ഞ് കഴുകി വാരി തക്കാളിയും അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ മത്തങ്ങ തൊണ്ടോടുകൂടി തന്നെയാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ഇത് നമ്മൾ കുക്കറിലാണ് കറി ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി കുക്കറിലേക്ക് ഈ മത്തങ്ങയും തക്കാളിയും ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും. ഇതിലേക്ക് വെള്ളത്തിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുന്നത് പോലെയല്ല, നല്ല കൊഴുപ്പും കിട്ടും, കറിക്ക് നല്ല രുചിയും കിട്ടും. അങ്ങനെ നമ്മൾ ആ കഞ്ഞിവെള്ളത്തിനകത്തേക്ക് ഒരു ഗ്ലാസ് നിറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇളക്കിയിട്ട് ഒന്ന് കുക്കർ മൂടി ഒരു 2 വിസിൽ അടിച്ചെടുക്കാം. അങ്ങനെ വേവിച്ചെടുത്ത മത്തങ്ങയാണ് ഇത്. 2 വിസിൽ കൂടുതൽ നമ്മൾ ഇതിന് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അധികം വെന്ത് കലങ്ങിപ്പോകരുത്. ഇത് നമ്മൾക്ക് ഇടയ്ക്ക് ഒരു കഷ്ണവും കൂടിയായിട്ട് കിട്ടണം. ഇതിൻ്റെ തൊണ്ടോട് കൂടി ഇട്ടേക്കുന്നത് കൊണ്ട് നമുക്ക് ഇത് അങ്ങനെ തന്നെ കിട്ടും. ഇത് പിന്നെ ഇത്തിരി രുചി കൂടാൻ വേണ്ടി നമ്മളിതൊരു മൺചട്ടിയിലേക്ക് പകർത്തി മാറ്റിയിട്ടുണ്ട്. ഈ കറിക്ക് തക്കാളിയുടെ പുളി കൂടാണ്ട് നമ്മൾ ഒരു അരിനെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കൂടി ഇതിൻ്റെ ഒപ്പം പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. പുളിങ്കറിക്ക് പുളി ഇത്തിരി മുന്നിൽ നിൽക്കണമല്ലോ. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഈ കറി ഒരുപാട് അങ്ങ് കുറുകിയിരിക്കാനും അതേപോലെ ഒരുപാട് നീണ്ടിരിക്കാനും കൊള്ളില്ല. അത് ഒരു പാകത്തിനായിരിക്കണം ഈ കറി ഇരിക്കേണ്ടത്. ഈ കറി ഒഴിച്ച് നമുക്ക് ഒരച്ചാറും കൂട്ടി ഊണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ കറിയുടെ ഉപ്പും പുളിയും ക്രമീകരിക്കാൻ വേണ്ടി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും കൂടി നന്നായിട്ട് തിളച്ച് വരട്ടെ. അമ്പലങ്ങളിലൊക്കെ ഈ കറി വെക്കുമ്പോൾ ഇത് കഞ്ഞിവെള്ളത്തിലാണ് വെക്കുന്നത്. അതാണ് അത്ര രുചി. നമുക്ക് ഈ കറിക്ക് ഇനി താളിച്ചിടാം. അതിനു വേണ്ടി കടുകും കരിവേപ്പിലയും ഉണക്കമുളകും മാത്രമാണ് നമ്മൾ താളിച്ച് ചേർക്കുന്നത്. നമ്മുടെ തീയൊക്കെ ഓഫ് ചെയ്ത് കറി ഒന്ന് ആറാനായിട്ട് ഇരിക്കട്ടെ. കറി പകുതി ആറി വരുമ്പോൾ അതിലേക്കൊരു പിഞ്ച് ഉലുവപ്പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് പുളിങ്കറിയുടെ ഒറിജിനൽ സ്വാദ് മണവും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കഞ്ഞിവെള്ളം കൊണ്ടുള്ള മത്തങ്ങ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മത്തങ്ങ ഇരിപ്പുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളവും എടുത്തിട്ട് ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ കറി. അപ്പോൾ കറി ഉണ്ടാക്കിയിട്ട് കമൻറ്റുകളൊക്കെ എന്നെ ഒന്ന് അറിയിക്കണേ, ലൈക്ക് ചെയ്യണേ.